ലേക്കും നമ്മൾ ഉറുദുവിലെ അവസാന ഭാഗം, അതായത് ഇന്നത്തോടെ നമുക്ക് പാഠം അവസാനിപ്പിക്കാം. എല്ലാവരും ശരിക്കും പോലെ ശ്രദ്ധിച്ച് കേൾക്കാം. അങ്ങനെ നമ്മൾ പറഞ്ഞു, ഈ ചെറിയ മാലാഖക്കുട്ടി മഴവില്ലൊക്കെ കണ്ട് അതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കി. അതിങ്ങനെ അതിലൊരു തുള്ളി ഇങ്ങനെ എടുത്തിട്ട് സൂര്യന് മുന്നിൽ വെച്ചപ്പോൾ മഴവില്ലിൻ്റെ നിറം വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ കാണിച്ചു കൊടുത്തു. അത് കാണിച്ചു കൊടുത്തത് ആരാണ്? ആ വൃദ്ധയായ മാലാഖയാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവൾക്ക് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടു വൃദ്ധയായ മാലാഖയെ. അങ്ങനെ ഉസ് ദിൻസെ, ആ ദിവസം തൊട്ട്, ആ ദിവസം മുതൽ നന്നി പരി, ആ ചെറിയ മാലാഖക്കുട്ടി ബുഡി പരിക്ക് പാസ് ആത്തീത്തി, ആ വൃദ്ധയായ മാലാഖയുടെ അടുത്ത് വരുമായിരുന്നു. എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട്. ഓർ പഠന ലിഖ്ന സീക്തീത്തി, എന്നിട്ടോ എഴുത്തും വായനയൊക്കെ എന്താകും, പഠന എഴുതാനും ലിഖ്ന വായിക്കാനൊക്കെ സീക്തീത്തി, പഠിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ബുഡിയുടെ അടുത്ത് വന്നിട്ട്, വൃദ്ധയായ മാലാഖയുടെ അടുത്ത് വന്നിട്ട് ഈ ചെറിയ മാലാഖക്കുട്ടി പഠിച്ചു. തോടേ ദിന്മേ, അല്പ ദിവസങ്ങൾക്കുള്ളിൽ ഉസ്നെ, അവൾ, തോടാ പറഞ്ഞാൽ കുറച്ച്, അറിയില്ല, തോടാ കുറച്ച്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉസ്നെ, അവൾ, അതായത് ആ ചെറിയ മാലാഖക്കുട്ടി, ഇത്തിനീ ബാത്തെ, ഇത്രത്തോളം കാര്യങ്ങളൊക്കെ സീക്കിലെ പഠിച്ചു. എന്തെന്നാൽ, അതായത് ഇത്ര കാര്യങ്ങൾ പഠിച്ചു എന്ന് പറയണേ. എത്രയാണ് പഠിച്ചത്? എന്തെന്നാൽ തമാം പരിസ്ഥാൻമേ, പരിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ദേവലോകം, ആ ദേവലോകത്തിലുള്ള എല്ലാവരും ഉസ് നന്നി പരീക്കെ ബറാബർ, ഈ നന്നി പരിയുടെ തുല്യമായിട്ട്, ഈ നന്നി പരിയോട് തുല്യമായിട്ട് കോയി, ഒരാൾക്കും, ബറാബർ എന്ന് പറഞ്ഞാൽ തുല്യമായ, ഒരാൾക്കും ന ജാൻതാത്ത, അറിയുമായിരുന്നില്ല. ജാന്ന എന്ന് പറഞ്ഞാൽ അറിയുക. അപ്പോൾ ഇവൾ പഠിച്ച് എല്ലാവരെക്കാളും വലിയ ഉന്നതിയിലെത്തി എന്നാണ് പറയുന്നത്. അതായത് ദേവലോകത്ത് ഈ നന്നി പരിയേക്കാൾ കൂടുതൽ അറിവ് ആർക്കും അറിയുമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ തമാം പരിയ, എല്ലാ മാലാഖകളും ഉസ്സെ, ഈ ചെറിയ മാലാഖക്കുട്ടിയോട് മഷ്വറ കർത്തെ, ഇങ്ങനെ എന്താകും, ചർച്ച ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കുച്ച് ദിനോക്കെ ബാദ്, അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ, അതായത് ആ നന്നി പരി, പൂരേ പരിസ്ഥാൻക്ക്, ആ ദേവലോകത്തിൻ്റെ മുഴുവൻ ലോകത്തിൻ്റെയും ദേവലോകത്തിൻ്റെയും മലിക, രാജ്ഞി, മലിക പറഞ്ഞാൽ രാജ്ഞി, ബൻഗൈ ആയി, ബൻഗൈ എന്ന് പറഞ്ഞാൽ ആയി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. അപ്പോൾ എല്ലാവരും എന്താ, ക്ലാസ് ശരിക്കും പോലെ ശ്രദ്ധിക്കുക, എന്നിട്ട് അർത്ഥങ്ങളൊക്കെ എഴുതിയെടുക്കുക, വായിക്കാൻ പഠിക്കുക. എന്ത് ഡൗട്ടുണ്ടെങ്കിലും ചോദിക്കാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.